ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അക്രിലിക് പെയിൻറ്റിങ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസാണ് നമുക്ക് വേണ്ടതെന്ന് നോക്കിയാലോ. ആദ്യം തന്നെ നമുക്ക് വേണ്ടതാണ് പെയിൻറ്റ്സ്, ബ്രഷ്, പാലറ്റ്, ക്യാൻവാസ്, സ്പഞ്ച്, അങ്ങനത്തെ കുറച്ച് ബേസിക് ആയിട്ടുള്ള മെറ്റീരിയൽസാണ് കേട്ടോ. അപ്പോൾ പെയിൻറ്റിൽ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ള 6 ബേസിക് കളേഴ്സ് മാത്രമാണ് യൂസ് ചെയ്യുന്നത്. അതായത് പ്രൈമറിയും സെക്കൻഡറി കളേഴ്സും. സോ നമുക്ക് ആവശ്യമുള്ള ബാക്കി എല്ലാ കളേഴ്സും, അതായത് പേസ്റ്റൽ കളേഴ്സ് ആയാലും ബാക്കി ലൈറ്റ് ഡാർക്ക് ഏത് കളേഴ്സ് ആയാലും നമ്മൾ ഈ ഒരു 6 ബേസിക് കളേഴ്സിൽ നിന്ന് നമ്മൾ ഷെയ്ഡ്സ് ക്രിയേറ്റ് ചെയ്യുകയാണ് കേട്ടോ. സോ ഇതിൽ കാണിക്കുന്ന ബേസിക് കളേഴ്സ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ റെഡ്, ബ്ലൂ, ഗ്രീൻ, യെല്ലോ, വൈറ്റ് ആൻഡ് ബ്ലാക്ക് കളേഴ്സാണ്. സോ ഇത്രയും കളേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന സെറ്റ് ഓഫ് കളേഴ്സ് എന്ന് പറയുന്നത് എൻ്റെ കയ്യിലുള്ള ഒരു സ്റ്റോക്കാണ്. സോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കളേഴ്സ് വേറെ എക്സ്ട്രാ കളേഴ്സൊന്നുമില്ല, നമ്മൾ കാണിച്ചിട്ടുള്ള നോർമൽ പ്രൈമറി സെക്കൻഡറി കളേഴ്സ് തന്നെയാണ്. പിന്നെ ഇതിൽ എക്സ്ട്രാ ഒരു ഈ കാണുന്ന വയലറ്റ്, പിന്നെ ഒരു ബ്രൗൺ കളർ, ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. കാരണം നമ്മുടെ വർക്ക് ഇച്ചിരി കൂടി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 കളേഴ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കളർ മിക്സിങ് പഠിക്കാൻ പറ്റും. അതായത് ഏത് കളർ എങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കളറാണ് കിട്ടുക. സോ അങ്ങനത്തെ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. സോ അതോടുകൂടിയാണ് ഞാൻ എന്ത് ചെയ്തത്, ഇങ്ങനെ ഒരു പെയിൻറ്റിങ് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. സോ നമുക്ക് എന്ത് ചെയ്യാം, ബാക്കി കളേഴ്സൊക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് ഞാൻ പറഞ്ഞിട്ടുള്ള ആ 2 കളേഴ്സ്, അതായത് ഒരു ബ്രൗൺ ആൻഡ് പർപ്പിൾ കളർ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ബ്രഷ്, ഈ ഒരു പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് ബ്രഷ് വേണം കേട്ടോ. ദെൻ ഒരു ഫ്ലാറ്റ് ബ്രഷ് വേണം നമുക്ക് ബേസൊക്കെ അടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതാണ് ഒരു ഫൈൻ ടിപ്പായിട്ടുള്ളൊരു ബ്രഷ് ഡീറ്റെയിലിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഇതും ഒരു തരം ഫ്ലാറ്റ് ബ്രഷാണ്, പക്ഷെ ഒരു സ്മോളർ സൈസാണ്. പിന്നെ നെക്സ്റ്റ് വന്നിട്ടുള്ളതും ഒരു ഫൈൻ ടിപ്പായിട്ടുള്ളൊരു ബ്രഷ് തന്നെയാണ്, പക്ഷേ ഇച്ചിരി കൂടി ബിഗ് സൈസാണ്, ബട്ട് സ്റ്റിൽ ഇറ്റ്സ് എ ഫൈൻ ടിപ്പ് ബ്രഷ്. പിന്നെ നമുക്ക് വേണ്ടതാണ് ഒരു പാലറ്റ്, കളർ മിക്സിങ്ങിനും ബാക്കി ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു പാലറ്റാണ്. ദെൻ കംസ് സ്പഞ്ച് ഫോർ ലെയറിങ്, അതുപോലെ സ്മഡ്ജിങ്, അങ്ങനത്തെ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്പഞ്ച് വേണം. പിന്നെ ഒരു നോർമൽ ക്യാൻവാസ്. സോ ഇത്രയാണ് നമുക്ക് വേണ്ട ബേസിക് മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു പെൻസിൽ ആൻഡ് ഇറേസർ കൂടെ എടുത്തിട്ടുണ്ട്, ജസ്റ്റ് നമ്മൾക്ക് പോർട്രേറ്റിൻ്റെ ഔട്ട്ലൈനൊക്കെ വരച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. സോ ഇത്രയാണ് നമ്മുടെ മെറ്റീരിയൽസ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യല്ലേ? ഓക്കെ. അപ്പോൾ പെയിൻറ്റിങ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ടേബിൾ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാനൊരു പ്ലാസ്റ്റിക് ഷീറ്റൊക്കെ ഓൾറെഡി വിരിച്ചിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. പെയിൻ്റൊക്കെ ആയിക്കഴിഞ്ഞാൽ ടേബിളിൽ നിന്ന് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. സോ ഡേർട്ടി ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഷീറ്റൊക്കെ ആദ്യം വിരിച്ചു. പിന്നെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. അതായത് നമുക്ക് വാട്ടർ വേണം, അതായത് ക്ലിയർ വാട്ടർ വേണം. അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റിയിൽ തന്നെ കപ്പിലിടുന്ന ഫുൾ എടുക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ മിസ് ചെയ്തു നേരത്തെ പറയുന്നത്, സോറി. അപ്പം ഇതാണ് നമ്മുടെ പോർട്രേറ്റ്, നമ്മുടെ പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്ലോറൽ ഗേൾ ഒരു പെയിൻറ്റിങ് ആണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആക്ച്വലി ഐ എം വെരി സോറി, ഞാൻ ഇതിന് മുന്നേ ഇതിൻ്റെ ഔട്ട്ലൈൻ വരച്ചതും ഇതിൻ്റെ ഒരു ഫസ്റ്റ് ബേസ് അടിച്ചതും സെക്കൻഡ് ബേസ് അടിച്ചതൊന്നും എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. ഹാഫ് വേ ആണ് എനിക്ക് ഓർമ്മ വന്നത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടില്ല എന്ന്. സോ ഗൈസ്, ഐ എം സോ സോറി. സോ നമുക്ക് ഇപ്പം ഞാൻ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു ഫ്ലോറൽ ഗേൾ റെഫറൻസ് പിൻട്രസ്റ്റ് ഒന്ന് എടുത്തിട്ട് ഒന്ന് പെൻസിൽ വെച്ച് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഈ കാണുന്ന ഔട്ട്ലൈൻ ഭയങ്കര ഡാർക്കറാണ്. സോ നമ്മൾ അത്രയും ഡാർക്കറായി വരയ്ക്കരുത്. സോ എന്താ പറയുക, നമ്മുടെ അറ്റ് ദ എൻഡ് ആ ഒരു ഡാർക്കർ ലൈനൊക്കെ ചിലപ്പം കാണാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ആസ് എ ബിഗിനർ ഞാനും എക്സ്പെരിമെൻറ്റ് ചെയ്യുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഡീറ്റെയിലിംഗ് ഒക്കെ നമുക്ക് എത്രമാത്രം ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമുക്ക് ഫൈനൽ സ്റ്റേജിൽ അറിയാൻ പറ്റുള്ളൂ. സോ ഞാനിപ്പോൾ ചെയ്തത് ജസ്റ്റ് ഫ്ലോറൽ ഗേളിൻ്റെ ഒരു ഔട്ട്ലൈൻ വരച്ചു. പിന്നെ ഒരു ലൈറ്റ് യെല്ലോ കളർ ഞാൻ എന്ത് ചെയ്തു, ഫസ്റ്റ് ലെയർ കൊടുത്തത് ത്രൂ ഔട്ട് ദ ക്യാൻവാസ് ഞാനൊരു ഫസ്റ്റ് ലെയർ കൊടുത്തത് ഒരു യെല്ലോ കളർ വെച്ചിട്ടാണ്. സോ അതിൻ്റെ മീതെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പീച്ച് ആൻഡ് ഓറഞ്ച് ഷെയ്ഡ് വെച്ചിട്ട് സ്മഡ് ചെയ്തിട്ടാണ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്തത്
സെൻട്രൽ പോർഷനിലുള്ള റോസസ് വെച്ചിട്ടാണ് കേട്ടോ. സോ ആദ്യം ഒരു ലൈറ്റ് റെഡ് അല്ലെങ്കിൽ ലൈറ്റ് പിങ്ക് കളർ കൊടുത്തിട്ട് പതുക്കെ ഡാർക്കർ റെഡ്സും ഡാർക്കർ പിങ്ക്സും വെച്ചിട്ട് അത് ഡീറ്റെയിലിങ് സ്റ്റാർട്ട് ചെയ്തു. സോ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലൈറ്റർ ഷെയ്ഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. അതായത് ആദ്യം തന്നെ പോയിട്ട് നമ്മൾ ഒരിക്കലും ഒരു ഡാർക്കർ ഷെയ്ഡ് പെയിൻറ്റ് ചെയ്യരുത്. കാരണം അത് പിന്നെ ലൈറ്ററാക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ലെയർ ബൈ ലെയർ ആയിട്ട് ചെയ്യുക. ഫസ്റ്റ് ആദ്യം ഒരു ലൈറ്റർ ഷെയ്ഡ് കൊടുത്തിട്ട് അതിൻ്റെ മീതെ ഓരോ ഷെയ്ഡ് ഡാർക്കർ കൂട്ടി, പിന്നെ ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ഹൈലൈറ്റ് ചെയ്ത്, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക, ഡീറ്റെയിലിങ് ചെയ്ത് വരാം കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആക്ച്വലി ബിഗിനറാണ്. ഞാനൊരു ആർട്ടിസ്റ്റും അല്ല, ഒരു പെയിൻറ്റർ ഒന്നുമല്ല. ആക്ച്വലി എനിക്കിതിൻ്റെ ഒരു ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. സോ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഞാനൊരു ബിഗിനറാണ്, അപ്പം കുറേ ബിഗിനേഴ്സ് ഉണ്ടാവും വരയ്ക്കാനും പെയിൻറ്റ് ചെയ്യാനൊക്കെ ഇഷ്ടമുള്ളവർ. സോ അവർക്ക് വേണ്ടിയിട്ടുള്ളതാട്ടോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഫൈനൽ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. ബിക്കോസ് എൻ്റെ സ്കിൻ ടോൺ ശരിയായിട്ടില്ല ഗൈസ്. സ്കിൻ ടോൺ, ഫേസ് ഒരു ടോണായി പോയി, ബോഡി ഒരു ടോണായി. അയ്യോ, ആകെ സ്കിൻ ടോൺ മൊത്തം ആക്ച്വലി കയ്യിൽ നിന്ന് പോയിട്ടോ. പിന്നെ ഞാൻ കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ നിന്നില്ല. കാരണം ഇത് ഞാൻ കളറ് വീണ്ടും മാറ്റും തോറും ഇത് വേറെ വേറെ ഷെയ്ഡിലോട്ടേക്കാണ് പോകുന്നത്. സോ ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. കുഴപ്പമില്ല, ബട്ട് ഐ എം ഹാപ്പി. കാരണം ഞാൻ ബിഗിനറാണ്, നമ്മൾ ഇത്രയെങ്കിലും ചെയ്യാൻ പറ്റി. അത് നമുക്ക് അതിന് മാത്രമുള്ള ഞാൻ പറഞ്ഞല്ലോ, കളേഴ്സ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കളേഴ്സ് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇത്രയും ഒരു ഡ്രോയിങ് ചെയ്തിട്ടുള്ളത്, ഒരു പെയിൻറ്റിങ് ചെയ്തിട്ടുള്ളത്. സോ ആസ് എ ബിഗിനർ ഇത് എന്താ പറയുക, ഭയങ്കര നല്ലത് തന്നെയാണ്. ബട്ട് ഐ ഹാവ് ടു വർക്ക് ഓൺ ദ കളർ മിക്സിങ് ആൻഡ് ദ ഷെയ്ഡ്സ്. അതുപോലെ ഹൈലൈറ്റിങ്ങും ഡീറ്റെയിലിങ്ങിലും എല്ലാത്തിലും ഞാൻ നന്നായിട്ടൊന്നും കൂടെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുണ്ട്, പ്രാക്ടീസ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് നമ്മുടെ പെയിൻറ്റിങ് വീഡിയോ. ഇതിൽ ഒരുപാട് വീഡിയോസ് എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ നെക്സ്റ്റ് ടൈം ഞാൻ എല്ലാം കവർ ചെയ്യാൻ ശ്രമിക്കാം. സോ നിങ്ങളെല്ലാവരും ഈ ഒരു ഡ്രോയിങ് എന്ത് ചെയ്യുക, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു പെയിൻറ്റിങ് കേട്ടോ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കളേഴ്സൊന്നും യൂസ് ചെയ്യാണ്ട് ബേസിക് ആയിട്ടുള്ള ഈ ഒരു 4-5-6 കളർ വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊന്നും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ കളേഴ്സ് മിക്സ് ചെയ്യാം. നിങ്ങളെ കൊണ്ട് പറ്റുന്നുണ്ടോ എന്ന് ഫസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പറ്റുന്നില്ലെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, എക്സ്ട്രാ കളേഴ്സ് യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ പെയിൻറ്റിങ് കണ്ടിന്യൂ ചെയ്യുക. നിങ്ങളെന്തായാലും ഫസ്റ്റ് അറ്റംപ്റ്റിലൊന്നും പിന്നെ എൻ്റെതുപോലെ തന്നെ ഫസ്റ്റ് അറ്റംപ്റ്റ് ഒന്നും സക്സസ് ആവണില്ല. പക്ഷേ പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾക്ക് എന്തായാലും പറ്റും. സോ ഗൈസ്, ബൈ അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ.